ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ പരാതിയുമായി CPM മേയർ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കെണിയാകുമോ? കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി മേയർ തിരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ സാധുത ചോദ്യം ചെയ്ത് CPM 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് CPM ജില്ലാ കളക്ടർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകി. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ സെക്രട്ടറി V. ജോയും SP ദീപകുമാണ് പരാതി നൽകിയത്. കോടതിയിലും പരാതി നൽകും. സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ടാൽ മേയർ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. മുനിസിപ്പൽ നിയമപ്രകാരം നിശ്ചിത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾക്ക് മാത്രമേ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനും വോട്ട് ചെയ്യാനും കഴിയൂ. മുനിസിപ്പൽ നിയമം 3-ാം ഷെഡ്യൂളിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ചട്ടമെന്നിരിക്കെ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത് അസാധുവാണെന്ന് V. ജോയ് MLA പറഞ്ഞു. നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാത്ത അംഗങ്ങൾ മേയർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ യോഗ്യരാണോ എന്ന നിയമപ്രശ്നമാണ് ഉടലെടുക്കുന്നതെന്നും ജോയ് പറഞ്ഞു. 20 പേരാണ് ചട്ടം ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് സംബന്ധിച്ച് നിരവധി സുപ്രീം കോടതി വിധികൾ നിലവിലുണ്ട്. ചട്ടം ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന കളക്ടർ തിരുത്തണമായിരുന്നു. പരാതി ഉയർന്ന ഘട്ടത്തിൽ അവർക്ക് വേണ്ടി വീണ്ടും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനും കഴിയുമായിരുന്നു. എന്നാൽ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിൽ നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാത്തവർക്ക് അംഗങ്ങളെന്ന നിലയിൽ മേയർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നിയമപരമായ അവകാശമുണ്ടോ എന്ന പ്രശ്നമാണ് ഉയർന്നതെന്നും V. ജോയ് പറഞ്ഞു. അയ്യപ്പന്റെയും പത്മനാഭസ്വാമിയുടെയും ഗുരുദേവന്റെയും പേരിലും കൗൺസിലർമാർ പ്രതിജ്ഞ ചൊല്ലിയിരുന്നു. R. സുഗതൻ, കരമൻ അജിത്ത്, RC ബീന, P. സരിത, ദീപ S. നായർ തുടങ്ങിയ BJP അംഗങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. ബലിദാനികൾ അമരന്മാർ എന്നു പറഞ്ഞാണ് വലിയവിള കൗൺസിലർ VG ഗിരികുമാർ പ്രതിജ്ഞ അവസാനിപ്പിച്ചത്. കുന്നുകുഴി കൗൺസിലർ A. മേരി പുഷ്പവും കരിമം കൗൺസിലർ GS ആശാനാഥും സ്വാമിയെ ശരണമയ്യപ്പ ചൊല്ലി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചു. ഗുരുദേവൻ, ശ്രീകണ്ഠേശ്വര മഹാദേവൻ, ഇരുങ്കുളങ്ങര ദുർഗാ ഭഗവതി ദേവി, ഉദിയന്നൂർ ദേവി തുടങ്ങിയ ദേവപ്രതിഷ്ഠകളുടെ പേരിലും കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഭീമാപ്പള്ളി കൗൺസിലർ E. സജീന ബീബി അല്ലാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. രക്തസാക്ഷികൾക്ക് സിന്ദാബാദ് അർപ്പിച്ചാണ് ചെല്ലമംഗലം കൗൺസിലർ R. അരുൺ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിൽ തദ്ദേശ വകുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിരവധി പരാതികളാണ് ലഭിച്ചത്. ദൈവനാമത്തിൽ എന്നല്ലാതെ ദൈവങ്ങളുടെ പേര് പറയാൻ ചട്ടപ്രകാരം കഴിയില്ലെന്നും ആ സാഹചര്യത്തിൽ ഇവരുടെ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമാണെന്നുമാണ് പരാതിയിലുള്ളത്. സത്യവാചകത്തിൽ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ വീണ്ടും യഥാരീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവുണ്ടാകുമെന്നും ഇവർ സൂചിപ്പിക്കുന്നു. സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം ഉണ്ടായോ എന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ പറഞ്ഞു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട JSS നേതാവ് ഉമേഷ് ചളിയിൽ ഗുരുദേവന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് 2003 ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. പൊതു താൽപര്യ ഹർജി അംഗീകരിച്ച ചീഫ് ജസ്റ്റിസ് JL ഗുപ്തയും ജസ്റ്റിസ് R. ബസന്തും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സത്യപ്രതിജ്ഞ അസാധുവെന്ന് വിധിക്കുകയായിരുന്നു. സഭാംഗമാവാൻ ഉമേഷ് ചള്ളിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും അതുവരെ സഭയിലിരുന്ന ഓരോ ദിവസത്തിനും പിഴ ഈടാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. ഇതനുസരിച്ച് ഉമേഷ് ചള്ളിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. പിഴയായി 41,000 രൂപയാണ് അടയ്ക്കേണ്ടി വന്നത്. വിധിക്കെതിരെ ഉമേഷ് ചള്ളിയിൽ അപ്പീൽ നൽകിയെങ്കിലും സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയായിരുന്നു.